ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എ ബി ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. ഇത് കഴിഞ്ഞ ആഴ്ചയിലെ ഒരു സ്കൂളിലുള്ള ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഇത് നമ്മൾ രാവിലെ ഒരു 6 മണി ആയപ്പോൾ എണീറ്റിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ചായ വയ്ക്കൽ തന്നെയാണ്. ചായ വയ്ക്കുക, ചായ കുടിക്കുക. അതിന് ശേഷം ഇന്ന് ഞാനൊരു മാസ്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫേസിൽ കേട്ടോ. അത് സാധാരണ പതിവുള്ളതൊന്നും അല്ല. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഡള്ളായിട്ട് ഇങ്ങനെ നിൽക്കും കേട്ടോ. മക്കളൊന്നും വിളിച്ച് എണീപ്പിച്ചിട്ടില്ലേ, നല്ല ഉറക്കം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ തയ്ക്കലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് പായ വിരിച്ചിട്ടാണ് നിലത്ത് കിടക്കാൻ പറ്റുക. ബെഡ് ഇടാനുള്ള സ്പേസ് നമ്മുടെ റൂമിൽ ഇപ്പം ഇല്ല കേട്ടോ. അതിനുശേഷം നമ്മൾ കുടിക്കാനുള്ള വെള്ളം വയ്ക്കാനായിട്ട് ചേട്ടനോടൊന്ന് അടുപ്പ് കത്തിച്ച് തരാൻ പറഞ്ഞതാണ്. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു സമയത്ത് എണീക്കും. പണിക്ക് ബാക്കിൽ നമ്മുടെ ഷെഡുണ്ട്, അങ്ങോട്ട് കയറും. അപ്പോൾ അതിന് കയറാനായിട്ട് മുന്നേ എനിക്കൊന്ന് അടുപ്പൊന്ന് കത്തിച്ച് തരാൻ പറഞ്ഞതാണ്. പെട്ടെന്ന് കത്തിച്ച് തരും. ഞാനൊക്കെ ആണെങ്കിൽ ഒരു അരമണിക്കൂർ കത്തിയൊക്കെ നിൽക്കേ. അപ്പോൾ അത് കഴിഞ്ഞ് കുടിക്കാനുള്ള വെള്ളം നമ്മൾ കലത്തിൽ കൊണ്ടുവച്ചു. നമ്മൾ ചോറ് വയ്ക്കുന്നത് അറക്കാപ്പൊടി അടുപ്പ് എന്ന് പറയും. അറക്കാപ്പൊടി മരത്തിൻ്റെ പൊടി ഇട്ടിട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മൾ പുറത്താണ് ചോറ് വയ്ക്കുക കേട്ടോ. അത് നമ്മൾ മാറ്റി മറിച്ചൊക്കെ ചെയ്യാറുണ്ട്. ചില സമയത്ത് അറക്കാപ്പൊടി അടിക്കാനായിട്ട് ചേട്ടനാണ് അത് ഇടിച്ച് തരിക. അത് ഒഴിവില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പിൽ വയ്ക്കും. അങ്ങനെ ഇന്നിപ്പോൾ നമ്മൾ അറക്കാപ്പൊടിയിൽ തന്നെയാണ് വെക്കുന്നത്. അറക്കാപ്പൊടിയിൽ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ജസ്റ്റ് ഒരൊറ്റ വിറക് ഇങ്ങനെ നീക്കി ഇടയ്ക്ക് കൊടുത്താൽ മതി. 1.5 മണിക്കൂർ ചോറ് വെന്ത് കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ രാവിലത്തെ ആദ്യത്തെ ഒരു 1-2 പരിപാടി കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ട് ചായ കുടിക്കുകയാണ് ചെയ്യുക. നമ്മൾ പുറത്താണ് വെച്ചിരിക്കുന്നത് കേട്ടോ. വീടിൻ്റെ അകത്തല്ല. നന്നായി കരിയൊക്കെ പിടിക്കും. പക്ഷേ ഇത് ഒത്തിരി മുറ്റത്തായിട്ട് വയ്ക്കായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഞാൻ പറഞ്ഞില്ലേ. അതിന് ശേഷം പിന്നെ വന്നിട്ട് ചായ കുടിക്കലാണ്. അത്യാവശ്യം ഇത്തിരി ചൂടോടുകൂടി ഹോർലിക്സ് ഇട്ടൊരു പാൽ ചായയാണ് എൻ്റെ രാവിലത്തെ. അത്ര നല്ലതല്ലെങ്കിലും എനിക്കത് കുടിച്ച് കഴിഞ്ഞാൽ ഒരു ഉഷാറ്. അത് കഴിഞ്ഞ് ചായ കുടിക്കുന്നതോടുകൂടി തന്നെ നമ്മൾ അരി എടുത്ത് വെള്ളത്തിലിടാണ്. അതുപോലെ തന്നെ കടല നമുക്ക് കഴുകി, കടലയാണെന്ന് കറി വയ്ക്കേണ്ടത്. കുറച്ച് മീൻ കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് കടല മെയിനായിട്ടുള്ള കറി കടലയാക്കാമെന്നാണ് വിചാരിക്കുന്നത്. മീൻ കറി ഉണ്ടല്ലോ. അത് കഴിഞ്ഞ ദിവസം നല്ലോണം കറി ബാക്കി ഉണ്ടായിരുന്നു, കഴിക്കാൻ ആളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒരുപാട് പാത്രങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അതിന് കാരണം വേറെ ഒന്നുമല്ല. നമ്മൾ രാത്രിയിൽ ഈ മക്കൾ സ്കൂളിൽ വിട്ട് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിരനിരാന്ന് പാത്രങ്ങൾ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. കുഞ്ഞു പാത്രങ്ങളൊക്കെ. പിന്നെ രാത്രി എനിക്ക് ചിലപ്പോൾ ഒഴിവുണ്ടാവില്ല പാത്രം കഴുകാനായിട്ട്. തയ്ക്കാനുണ്ടാവും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിട്ടുണ്ടാവും. നമ്മൾ വീടും ജോലിയൊക്കെ ഒരുമിച്ചായതുകൊണ്ട് അപ്പോൾ നമുക്ക് തോന്നും രാവിലെ അതെല്ലാ തിരക്കോടും കൂടി അങ്ങോട്ട് കഴുകാം. മെയിനായിട്ടുള്ള എൻ്റെ പാത്രങ്ങളൊക്കെ രാവിലെ തന്നെയാണ് കേട്ടോ. രാത്രി കഴുകുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുന്ന ദിവസങ്ങളിൽ രാവിലെ നമുക്ക് കുറച്ച് ഫ്രീ ആയിട്ട് തോന്നും. പക്ഷേ അത് അങ്ങനെ നടക്കാറൊന്നുമില്ല. പറ്റുമ്പോഴൊക്കെ ചെയ്യാമെന്ന് മാത്രം. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച്. മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഒരു സൗകര്യം, പ്രയോറിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. വൃത്തിയിലും വെടുപ്പിലും കൊണ്ടുപോവുക. പാത്രങ്ങൾ കുറച്ച് കഴുകായിരുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ അത് എന്താ പറയുക, അത്രയും മോശപ്പെട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നു മാത്രം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അടുക്കളയിൽ തന്നെ ഇങ്ങനെ ഫുൾ ടൈം ഇരിക്കുന്നത് മീൻ കറി അത്യാവശ്യം ബാക്കിയുണ്ടായിരുന്നു. ഇഷ്ടമല്ല, വേഗം പണി കഴിച്ച് പോകണം എന്നാണ് കേട്ടോ. കാരണം നമുക്ക് എന്നാലാണ് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ജോലിയാണെങ്കിലും നമുക്ക് എന്തെങ്കിലും വെറുതെ ഇരിക്കാനാണെങ്കിലും ഒക്കെ ഒരു ഫ്രീ ടൈം പോലെ നമുക്ക് കിട്ടിയാലാണ് നമുക്കൊരു സുഖമുള്ളൂ. അല്ലാതെ 24 മണിക്കൂർ നമുക്ക് അടുക്കളയിൽ തന്നെ നിൽക്കാനായിട്ട് എനിക്ക് തീരെ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. എത്രയും എളുപ്പത്തിൽ കാര്യങ്ങൾ കഴിക്കുക, പോവുക. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡീപ്പ് ക്ലീനിങ്ങിനൊന്നും നിൽക്കാറില്ല. ഇങ്ങനെ ഓരോ പോർഷനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഭാഗങ്ങൾ മിക്ക ദിവസങ്ങളിലും, എല്ലാ ദിവസങ്ങളിലും ഈ ഒരു ഭാഗമൊക്കെ എന്നും നമ്മളിങ്ങനെ തുടച്ച് എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ക്ലീനായിട്ട് കിടക്കും. നമ്മൾ ഈ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ചെയ്യുമ്പോഴാണ് അതിങ്ങനെ മാറുന്നത് കേട്ടോ. എൻ്റെ ചുറ്റും എപ്പോഴും ഈ ബ്രാൽ എന്ന് പറയും നമ്മുടെ തൃശ്ശൂരൊക്കെ, ബ്രാലിൻ്റെ ചുറ്റും അതിൻ്റെ കുട്ടികൾ നടക്കണ പോലെ തന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഇവരൊക്കെ പിന്നാലെ ഉണ്ടാവും കേട്ടോ. ചുറ്റിലുണ്ടാവും. അപ്പോൾ അവരോട് ഓളിടുന്നതും ചീത്ത പറയുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ ഈ പണികളുടെ കൂടെ അങ്ങോട്ട് നടക്കുകയും. അങ്ങനെ കഴിഞ്ഞ ദിവസം എന്തോ രാത്രി ഒന്നും പാത്രങ്ങൾ തീരെ കഴുകിയിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ ഈ ചോറ്റുപാത്രം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴിക്ക് അതിൽ വേസ്റ്റ് കളഞ്ഞിട്ട് അതിൽ വെള്ളം ഒഴിച്ച് വെക്കും കേട്ടോ. അതിൽ ഒരുത്തനത് തട്ടിയിട്ടിട്ട് വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. എനിക്കിത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല സങ്കടം വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിപ്പിട്ടിട്ട് അത് പിന്നെ അടയണില്ല. അത് മാറ്റി ഞാൻ അവൻ്റെ പഴയ സ്റ്റീലിൻ്റെ ചുറ്റുപാത്രം തന്നെ കൊടുത്തയച്ചു കേട്ടോ. കുറച്ച് നേരം ഞാൻ അതുമേക്ക് നിന്നു. അപ്പോൾ ഇത് എന്താടാ പറ്റിയത്, അത് അവൻ്റെ കയ്യിൽ നിന്ന് വീണതാണ്. അതോടുകൂടി പുതിയ പാത്രം വാങ്ങിയതായിരുന്നു, നമ്മുടെ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 398 അങ്ങനെയാണ് ഒരു ലഞ്ച് ബോക്സിന് വന്നത് കേട്ടോ. അത് 1 മാസം തികച്ച് ഉപയോഗിച്ചില്ല എന്നുള്ളതാണ്. ഇത് രാവിലത്തെ ഞങ്ങളുടെ കുറച്ച് കലാപരിപാടിയാണ്. ചില ബുക്സ് 1-2 ബുക്സൊക്കെ വൈകി കിട്ടിയതും ചട്ടയിടാത്തതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് ടൈം ടേബിളിൽ വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് അത് അങ്ങനെ ഇട്ട് കൊടുക്കുക ചെയ്യാറ് കേട്ടോ. പിന്നെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ അത് ആ സമയത്ത് ടൈം ടേബിൾ ഒതുക്കലൊക്കെ ആ സമയത്താണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ കടല വേവിച്ച് വെച്ചിട്ട് അത് കാച്ചാൻ നിൽക്കുകയാണ്. പുറത്ത് അടുപ്പ് വെച്ചതിൻ്റെ അടുത്ത് നമ്മളൊരു കലം വെച്ചിട്ടുണ്ട്. അതിൽ ചോറിൻ്റെ മുകളിൽ നമ്മൾ കുറച്ച് വെള്ളം വയ്ക്കും, ചോറ് വയ്ക്കുന്ന കലത്തിൻ്റെ മുകളിൽ. അങ്ങനെ ചൂടാകുമ്പോൾ നമ്മൾ ആ കലത്തിലേക്ക് കുറച്ച് പകർത്തി വയ്ക്കും. അപ്പോൾ അത് കുളിക്കാനൊക്കെ എടുക്കാം. പിള്ളേർക്കൊക്കെ ഈ സമയത്ത് രാവിലെ ചൂടുവെള്ളത്തിലാണ് അവർ കുളിക്കാറുള്ളത്. അങ്ങനെ നമ്മൾ കടല കാച്ചുന്നത് നമ്മൾ സാധാരണ പോലെ ഉപ്പേരി കാച്ചുന്ന പോലെ അല്ല കാച്ചാറ്. ചിക്കനൊക്കെ വയ്ക്കുന്ന പോലെ ചെറിയൊരു രീതിയിൽ സബോള ഒരെണ്ണമൊക്കെ എടുത്ത് വാട്ടി, സബോള ഒരുപാട് കടിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഒരെണ്ണം എടുത്ത് അതിലേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചത്, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല ഇട്ടിട്ട് കാച്ചി കടല നമ്മൾ വേവിച്ച് വെച്ചതിലേക്ക് ഒഴിക്കുക. കുറച്ച് കടല നമ്മളൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് തണുപ്പിച്ചതിന് ശേഷം ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് ചേർത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ആ കറി ഒന്ന് കുറുക്കി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത പരിപാടി ദോശ ഉണ്ടാക്കലാണ്. പിള്ളേർക്ക് കഴിക്കാനുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത് രാവിലേക്ക് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കടല ചെറിയ ജാറിൽ ഒന്ന് ചൂടാറ്റിയതിന് ശേഷം ഒന്ന് അടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് വരും. ഇരിക്കും തോറും അത് കുറുകിയും വരും കേട്ടോ. നല്ല രസമാണ്. എനിക്കതുകൊണ്ട് അതിൻ്റെ ചാറ് കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടം. എനിക്കിങ്ങനെ വെള്ളം പോലെ ഇരിക്കുന്ന കടലയുടെ ചാറ് എനിക്കും ഇഷ്ടമില്ല, നമ്മുടെ വീട്ടിൽ ആർക്കും ഇഷ്ടമില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണ്. നമ്മുടെ വീട്ടിലൂടെ പൊതുവെ എല്ലാവരും ചോറ്, കഞ്ഞി അങ്ങനത്തെ ഐറ്റംസാണ് രാവിലെ കഴിക്കാറുള്ളത്. ഞായറാഴ്ചയാണ് നമ്മൾ പലഹാരം ഉണ്ടാക്കാറുള്ളത്. പക്ഷേ മക്കളും ഞാനും രാവിലെ എന്തെങ്കിലും പലഹാരമാണ് കഴിക്കാറുള്ളത്. ചില ദിവസം എനിക്കും ചോറ് തന്നെയാണ് ഇഷ്ടം കേട്ടോ. ഈ വെയിറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിവർത്തിയില്ലാതെയാണ് പലഹാരം കഴിക്കുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് എരിവില്ലാത്ത കടലയിൽ കുറച്ച് എരിവുള്ള ചാറ്, കാരണം നമ്മുടെ അത്ര എരിവ് അവർക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചാറ് ഇതിലേക്ക് എടുത്ത് ഒഴിക്കുകയാണ് കേട്ടോ. നമ്മൾ സാധാരണ വയ്ക്കുന്ന കറിയിൽ നല്ല എരിവുണ്ടാവേ. അവർ പിന്നെ നമ്മൾ കുളിക്കാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഒരു LKG തൊട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് അവരുടെ കുളി, യൂണിഫോമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവരത് തന്നെ മാറിക്കോളൂ കേട്ടോ. നമ്മൾ അസിസ്റ്റ് ചെയ്ത് വായ തുറന്ന് പിന്നാലെ നിന്നാൽ മതി. അപ്പം ഞാൻ ഈ അടുക്കളയിൽ നിൽക്കുന്ന നേരത്ത് ചേട്ടൻ കുളി കഴിഞ്ഞ് വന്നതാണ് കേട്ടോ. അപ്പോൾ ക്യാമറയിൽ പെടുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ക്യാമറ ഒന്ന് തിരിച്ചതാണ്. ചായ കുടിക്കാനായിട്ട് നിന്നപ്പോൾ ആൾ കുളി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു ഗ്ലാസ് ചായ കിട്ടണം. രാവിലെ എനിക്ക് നമ്മൾ ഷെഡിൽ പണിക്ക് കയറും. പിന്നെ മക്കളെ കൊണ്ടുവരാൻ ഒരു 8-8:30 ആകുമ്പോഴാണ് അവിടെ നിന്ന് വന്നിട്ട് കുളിച്ച് മക്കളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഷെഡിൽ നിന്ന് അങ്ങോട്ട് പോരാട്ടോ. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഫ്രൈ ആയിട്ട് കൊടുത്തയക്കാനായിട്ട് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിന്ന് പൊട്ടാറ്റോ എടുത്തിട്ട് ഒന്ന് വറുത്തിട്ട് വേഗം ചോറ്റുപാത്രത്തിലാക്കുകയാണ്. അതും ചോറും കടലയും അച്ചാറ് അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് നമ്മൾ കൊടുത്തു വിടാറ് കേട്ടോ. ഓരോ ദിവസം എന്തെങ്കിലും ഒരു ടച്ചിങ്സ് അവർക്ക് വേണം. ചില്ലി ചിക്കനോ അങ്ങനെ പൊട്ടാറ്റോ ഫ്രൈയോ നമ്മുടെ ചെമ്മീൻ റോസ്റ്റോ എന്തെങ്കിലും. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് സ്കൂളിലേക്ക് ഒരു 5-6 മിനിറ്റ് നമുക്ക് വണ്ടിയിൽ കൊണ്ടാക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചേട്ടൻ രാവിലെ കൊണ്ടുപോകും, വൈകിട്ട് ഞാൻ കൊണ്ടുവരും. ഇത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. ഇപ്രാവശ്യം തൃശ്ശൂർ എക്സിബിഷന് പോയപ്പോൾ വാങ്ങിയതാണ്. താമരയുടെ 2 വിത്ത് കേട്ടോ. പൂവുണ്ടാവുമെന്നൊന്നും അറിയില്ല. അപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് നമ്മളത് നിൽക്കുന്നുണ്ട്. അതിൽ കുറച്ച് ബ്ലാക്ക് മൂളിയാണ് ഉള്ളത്. പെട്ടെന്ന് നല്ല വെയിലുള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പായൽ പിടിക്കാറുണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും ഒരു ടിപ്പ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് എനിക്ക് അങ്ങനെ കിട്ടിയൊന്നുമില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റിൽ പറഞ്ഞോളൂ. കാരണം 2 ദിവസം കഴിയുമ്പോഴേക്കും വെള്ളം മുഴുവൻ പച്ച കളറായിരിക്കും മാറും. ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അത് പായൽ പിടിക്കുന്നതാണെന്ന് പറയുന്നത് ഈ സൂര്യപ്രകാശം കൊള്ളുമ്പോൾ. പക്ഷെ മീനിന് അത് ദോഷമൊന്നും ഇല്ലെങ്കിലും തെളിഞ്ഞു കിടക്കുന്നതാണ് അതിൻ്റെ ഒരു ഭംഗി.
അങ്ങനെ അവരൊക്കെ വിട്ടതിന് ശേഷം നമ്മൾ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു. ഇനി രാവിലെ വേഗം തന്നെ ജോലികൾ കഴിഞ്ഞാലാണ് നമുക്ക് നമ്മുടെ തയ്ക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് 100 പരിപാടിയുണ്ട് കേട്ടോ. അപ്പോൾ കുടിക്കാനുള്ള വെള്ളം 1-2 പാത്രത്തിലായിട്ട് നമ്മൾ തിളപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഓരോ ഭാഗം യൂസ് ചെയ്യുന്നതിനനുസരിച്ച് തുടച്ചും വടിച്ചൊക്കെ എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അത് ആ ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വിമ്മിൻ്റെ ലിക്വിഡിൽ അതിൽ നല്ലോണം വെള്ളം ചേർത്തിട്ട് ഒരു കുപ്പിയിൽ വെള്ളം പോലെ ചെറിയൊരു പതേ ഉണ്ടാവുള്ളൂ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതുപോലെ നമ്മുടെ ഗ്യാസ് ആണെങ്കിലും ഒക്കെ ഒട്ടുമിക്ക ദിവസം, ചില ദിവസങ്ങളിൽ എനിക്ക് മടി പിടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഞാൻ അങ്ങനെ തുടയ്ക്കില്ല. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അന്നാന്ന് ഇങ്ങനെ ആവുന്നതും അങ്ങനെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് തുടച്ചെടുക്കുകയോ വെറുതെ തുടച്ചെടുക്കുകയോ അങ്ങനെയാണ് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണത് കേട്ടോ. പിന്നെ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അടുക്കള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽഫിന് ഡോർ വയ്ക്കാത്തത് കൊണ്ട് നമുക്കിങ്ങനെ ഒരുപാട് സാധനങ്ങൾ നിരന്നിരിക്കുന്ന പോലെ തോന്നും. ഡോർ വെച്ച് കഴിഞ്ഞാലാണ് നമുക്കതൊന്ന് നീറ്റായിട്ട് തോന്നുക. പിന്നെ നമ്മുടെ പ്രയോറിറ്റിയാണ്, നമ്മുടെ പോക്കറ്റ് മണിയാണ്, നമുക്കതിനനുസരിച്ച് ചെയ്യാൻ. എല്ലാ വീടും ഒരുപോലെ ഇരിക്കില്ല. പിന്നെ നമ്മൾ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരാൾ പെരുമാറുന്ന അടുക്കളയും ഒന്നിൽ കൂടുതൽ ആൾക്കാർ പെരുമാറുന്ന അടുക്കളയും ഒരിക്കലും ഒരുപോലെ ഇരിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വയ്ക്കുക എന്നല്ലാതെ നമുക്ക് എന്താ പറയുക, ഒറ്റയ്ക്ക് യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലും നമ്മൾ എല്ലാവരും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നൊന്നുമില്ല. അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഒരുപാട് കിച്ചണും കാര്യങ്ങളൊക്കെ എന്താ പറയുക, ഈ ആസ്തറ്റിക് വൈബൊക്കെ പിടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നും നമുക്കും അറിയാഞ്ഞിട്ടല്ല, പക്ഷേ എല്ലാവർക്കും ഒരു സാഹചര്യം ആയിരിക്കില്ല, അതിന് പല റീസൺസ് ഉണ്ടാവും. അപ്പോൾ നമുക്കത് പറ്റിയില്ലെങ്കിൽ നമ്മളതിൽ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല. പക്ഷെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇത്തിരി വൃത്തിയിൽ അല്ലെങ്കിൽ നീറ്റായിട്ട് കൊണ്ടുപോകാൻ മാത്രം ശ്രമിക്കുക. അത് എത്ര സൗകര്യം കുറഞ്ഞ സ്ഥലമാണെങ്കിലും കൂടുതലുള്ള സ്ഥലമാണെങ്കിലും ആസ്തറ്റിക് വൈബുള്ള സ്ഥലമാണെങ്കിലും ഇല്ല നമ്മുടെ പോലെ ചർക്ക പറക്കുന്ന പാത്രങ്ങളുള്ള സ്ഥലമാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് നീറ്റാക്കുക. പിന്നെ എല്ലാവരുടെയും പിന്നാലെ പോയി നമ്മൾ നീറ്റാക്കാനായിട്ട് നിൽക്കാതിരിക്കുക. അപ്പോൾ നമുക്കും മടുക്കും, ടയേർഡാവും. നമ്മൾ ചെയ്യുന്നത് നമ്മൾ നീറ്റായിട്ട് ചെയ്യുക. അതാണ് എൻ്റെ ഒരു തിയറി കേട്ടോ. അപ്പോൾ ആ ഒരു തിയറിക്കാണ് ഞാൻ പോകുന്നത്. പിന്നെ എല്ലാവരുടെയും പിന്നെ നടക്കാനുള്ള സമയം നമുക്കില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്നതും വീട്ടിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് സമയം വളരെ എന്താ പറയുക, വളരെയധികം സമയം നമ്മുടെ ഇടയിൽ ഒരുപാട് പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ച് തയ്ക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോസിൻ്റെ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ ഗ്യാസ് ജസ്റ്റ് നമ്മൾ ഈ ബേക്കിംഗ് സോഡ അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്റ്റൗവിലോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. നമ്മൾ സാധാരണ പാത്രം കഴുകണ വിമ്മിൻ്റെ ലിക്വിഡ് എടുത്തിട്ട് തുടച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. പിന്നെ നമ്മളെന്താ ജസ്റ്റ് വേഗം ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അടുക്കള ഒട്ടുമിക്ക ദിവസവും നമ്മൾ അടിച്ചും തുടച്ചൊക്കെ ഇടും. എന്നാലും പിറ്റേ ദിവസത്തേക്ക് നമ്മൾക്ക് ഇവിടെ ഫർണിച്ചറിൻ്റെ പണി ആയതുകൊണ്ടേ പെട്ടെന്ന് പൊടി വന്ന് അറിയും കേട്ടോ. അത് കഴിഞ്ഞതാണ് നമ്മുടെ റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ നിൽക്കുകയാണ്. ഇത് എന്നും ചെയ്യുന്നതല്ല ഈ പൊടി തട്ടുന്നത്. ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 ആഴ്ചയിൽ 1 തവണ മാത്രമാണ്. കാരണം ഇവിടെ സാധാരണ ഒരു വീട് പോലെയല്ല, പെട്ടെന്ന് പൊടി വന്ന് നിറയും. ഞാൻ ഈ പൊടി തട്ടിക്കൊണ്ട് ഒട്ടുമിക്ക ദിവസം ഷെൽഫും മേശയും എല്ലാം തട്ടിയിട്ടാണ് നമ്മൾ തയ്ക്കാനൊക്കെ ഇരിക്കുക. കാരണം ഈ ഫർണിച്ചറിൻ്റെ പണിയായതുകൊണ്ട് മരത്തിൻ്റെ ചെറിയ പൊടികൾ നമ്മുടെ ബാക്ക് സൈഡിൽ നിന്ന് പാടത്ത് കാറ്റടിക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് കയറും കേട്ടോ. മുകൾ ഭാഗത്തൊക്കെ ഇങ്ങനെ പൊടി കിടക്കുന്നുണ്ടാവും. അപ്പോൾ അത് 2 ആഴ്ച കൂടുമ്പോഴൊക്കെ റൂമിലാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ 24 മണിക്കൂറും ഈ റൂമിൽ ഇരുന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതും മക്കളിരിക്കുന്നതും പഠിക്കുന്നതും കളിക്കുന്നതും ഒക്കെ കേട്ടോ. ഇത്തവണ അവർ ട്യൂഷന് പോയി തുടങ്ങിയിട്ടുണ്ട്. ബാക്കിയുള്ള സമയം മുഴുവൻ്റെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നതും. അതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നതും കേട്ടോ. പിന്നെ ഇത് ഒരു റൂം മാത്രമല്ല, എൻ്റെ വർക്ക് സ്പേസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇത് മെസ്സി ആയിക്കൊണ്ടിരിക്കും. കട്ട് പീസും തുണികളും ഇതിപ്പോൾ കുറവാണ്, നമ്മൾ തുടങ്ങാൻ പോകണുള്ളൂ ഇന്നത്തെ അംഗം. അപ്പോൾ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം കേട്ടോ. ഈ റൂമിൽ നമുക്ക് ഇങ്ങനെ ആണ് ഇതിൻ്റെ എന്താ പറയുക ഒരു ഔട്ടർ വരുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ബെഡ് ഇടാനായിട്ട് നമ്മൾ പലതവണ നോക്കിയെങ്കിലും ഇതുവരെ സെറ്റായിട്ട് ഒരു സ്പേസ് നമുക്കില്ല. പിന്നെ നമുക്ക് തുണി നിന്ന് കട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും പിന്നെ പറ്റില്ല കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ വേഗം പോയി ഒന്ന് കുളിച്ചു. എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ ഇന്ന് ഇപ്പോൾ ഇത്തിരി അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട്, ഒരു 12 മണി ആവാറായിട്ടുണ്ട്. അത് ഈ ക്ലീൻ ചെയ്യാൻ നിന്നതുകൊണ്ടാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഫ്രഷായി, അതായത് ഒരുപാട് മേക്കപ്പ് അല്ല, ജസ്റ്റ് ആ ഒരു
അതായത് ഒരു ഫ്രഷ് ആയിട്ട് നിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ കുളി കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ഇട്ടു. കഴിഞ്ഞ് ഞാനിപ്പോൾ ഹോൾസെയിൽ ഷോപ്പിലേക്കുള്ള, അതായത് ഒരു ഹോൾസെയിൽ ഷോപ്പിലേക്കാണ് അവർ കൊടുക്കുന്നത്, അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഇന്ന് തയ്ക്കാനിരിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് തുണിയൊക്കെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഉച്ചയ്ക്ക് റെസ്റ്റും ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാൻ പോയതാണ്. ഈ ഒരു ഡ്രസ്സ് മാറിയിട്ട് നിങ്ങൾ കാണുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് മക്കളെ കൊണ്ടുവന്ന് അവർക്ക് വൈകിട്ട് കഴിക്കാനുള്ള ദോശയാണെന്ന്. ദോശ, കടല, ചട്നി. അപ്പോൾ അവർ വന്നതേ കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള ഭക്ഷണം വേഗം വേഗം ആക്കി കൊടുക്കുകയാണ്. 4 മണി 4:15 ആകുമ്പോൾ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാനാണ് വൈകിട്ട് പോയി കൊണ്ടുവരാം. എത്തിക്കഴിഞ്ഞാൽ 5 മണിക്ക് ട്യൂഷനാണ്. അപ്പോൾ ഈ ദോശയൊക്കെ കഴിച്ചിട്ട് നമ്മൾ വേഗം അവർ ട്യൂഷന് പോവും. വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇത്രയും നാൾ ഞാൻ തന്നെയാണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എല്ലാ കാര്യങ്ങളും കൂടി നമുക്ക് എന്താ പറയുക, തയ്ക്കലും പഠിപ്പിക്കലും ഒക്കെ കൂടി ആകുമ്പോൾ നമുക്കങ്ങനെ ടൈമിൻ്റെയും പ്രഷർ അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഇത്തവണ ട്യൂഷന് വിട്ട് നോക്കിയതാണ്. വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് വന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ദോശയൊക്കെ മാവ് തീർന്നത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇത് അടുത്ത ആൾ കുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു ദോശ കഴിക്കുക, ട്യൂഷന് പോവുക. അതാണ് അവരുടെ മെനു കേട്ടോ. അപ്പോൾ നമുക്കും ഈവനിങ്ങിൽ കഴിക്കാനായിട്ട് ഞാനും ചേട്ടനും മക്കളൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത് കേട്ടോ. വൈകിട്ട് രാവിലെ പലഹാരം കഴിച്ചില്ലെങ്കിലും വൈകിട്ട് സന്ധ്യയാകുമ്പോൾ ചേട്ടന് വേണം കേട്ടോ. അത് കഴിഞ്ഞ് 1-2 പാത്രമുള്ള കഴുകാനായിട്ട്. പക്ഷേ ഞാനത് കഴുകില്ല. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സിങ്ക് നിറഞ്ഞ് വരും കേട്ടോ. അതാണ് ഇവിടുത്തെ ഒരു മാജിക്ക്. രാത്രി ആകുമ്പോഴേക്കും അത് കവിഞ്ഞൊഴുകും. അങ്ങനെ ഒരു ട്യൂഷന് വിടുകയാണ് കേട്ടോ. ട്യൂഷന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും നമ്മളുടെ ജോലിയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് അവർ ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഒന്ന് പോകേണ്ട ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവരുടെ കൂടെ ജസ്റ്റ് പോയത്. അല്ലെങ്കിൽ അവർ തന്നെ ഫ്രണ്ടിൽ നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവിടുത്തെ മക്കളൊക്കെ ആയിട്ട് അവരങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ തയ്ക്കാനിരുന്നു. ലൈനിങ് ഉള്ള ടോപ്പാണ്. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഒരു ട്രയൽ ചെയ്തു, അവർക്കത് നന്നായി ഇഷ്ടപ്പെട്ടു എന്നാണ് അവർ നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അവർ പിന്നെ രണ്ടാമത് വന്നപ്പോൾ നമുക്ക് വിളിച്ച് തന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 9 ടോപ്പാണ് ലൈനിങ് ഉള്ള ടോപ്പ് തന്നിരുന്നത്. പല സൈസിലുള്ളത് ഉണ്ടാവും കേട്ടോ. ഓൾറെഡി അവർ കട്ട് ചെയ്തിട്ടാണ്, ലൈനിങ് പീസ് കട്ട് ചെയ്തിട്ടാണ് നമുക്ക് തരിക. പക്ഷേ നമ്മളത് മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അതിനുള്ള ബിറ്റ് നമുക്ക് തരികയാണ് ചെയ്യുക കട്ട് ചെയ്തിട്ട്. അപ്പോൾ ലൈനിങ് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് എന്താ പറയുക, ആ ഒരു ലാർജ് എക്സൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് നമ്മളൊന്ന് നോക്കി ഒന്ന് ട്രിം ചെയ്തെടുക്കണം. ലൈനിങ് ആണെങ്കിലും ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അവരൊരുപാട് ബൾക്കായിട്ട്. അപ്പോൾ ഞാനിത് ഇന്നിപ്പോൾ ചെയ്ത് വയ്ക്കുന്നത്, നമുക്ക് പല രീതിയിൽ ചെയ്യാമല്ലോ. ഞാൻ ഇന്ന് ചെയ്ത് വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാതും ഇതിപ്പോൾ എക്സൽ എക്സൽ 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. പിന്നെ XXL XXL ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ എക്സലിനെ ഞാൻ ഫുള്ളായിട്ട് എല്ലാത്തിൻ്റെയും കട്ട് ചെയ്ത്, എല്ലാ സ്ലീവും കട്ട് ചെയ്ത്, അതായത് സ്ലീവിനുള്ള പോർഷൻസൊക്കെ സെറ്റ് ചെയ്ത് ഒക്കെ വെച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഓരോരോ പാർട്ട്, അതായത് ഫസ്റ്റ് എല്ലാത്തിൻ്റെയും ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്ത് മറിക്കണു. അത് കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും ബാക്ക് നെക്ക് കട്ട് ചെയ്ത് മറിക്കണു. അത് കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും സ്ലീവ് സെറ്റാക്കണു. അതിന് ശേഷം ഓരോരോ സെറ്റ് എടുത്തിട്ട് ഫ്രണ്ടും ബാക്കും എന്താ പറയുക സ്റ്റിച്ച് ചെയ്യണു. അങ്ങനെ 4 സെറ്റും ചെയ്തതിന് ശേഷം 4 എണ്ണത്തിൻ്റെയും സ്ലീവ് വെച്ച് പിടിപ്പിക്കുന്നു. ദെൻ 4 എണ്ണത്തിൻ്റെ സൈഡ് കൂട്ടി സ്ലിറ്റ് അടിക്കണം. അങ്ങനെയാണ് ഞാൻ, അതായത് 4 ടോപ്പ് ഒരുമിച്ച് ഒരു സൈസിലുള്ളത് 4 എണ്ണമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുമിച്ച് ചെയ്യണം. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓരോന്നോരോന്ന് എടുത്താലും കുഴപ്പമില്ല. എനിക്ക് രണ്ടിലും വലിയ മാറ്റമൊന്നും തോന്നിയിട്ടില്ല. സത്യത്തിൽ ഓരോന്ന് എടുക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. സംഭവം നമ്മൾ ആദ്യം തന്നെ ഒന്ന് ട്രിം ചെയ്ത് വെച്ചിട്ട് ഓരോന്നോരോന്ന് എടുക്കായിരിക്കും നല്ലത് കേട്ടോ. ഇന്നിപ്പോൾ ഞാൻ ഈ ചെയ്തേക്കണത് ഈ പറഞ്ഞ രീതിയിലാണ് കേട്ടോ. ഈ ഒരു 4 എണ്ണം മാത്രമാണ് അങ്ങനെ ചെയ്തത്. പിന്നെയൊക്കെ XXL XXL ഉണ്ടായിരുന്നത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നൊരു ദിവസവും ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ പിറ്റേ ദിവസം കൂടിയിട്ടാണ് അത് അവസാനിപ്പിച്ച് കൊണ്ടു കൊടുത്തത് കേട്ടോ. ഇന്നിപ്പോൾ എനിക്ക് വേറെ തയ്ക്കാനായിട്ട് തിരക്കുള്ളതുണ്ടായിരുന്നില്ല. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ വേഗം കൊടുക്കണം, അങ്ങനെയാണ്. അല്ലാതെ ഒരുപാട് ദിവസം നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇത് കിട്ടുന്ന ദിവസങ്ങളിൽ നമ്മൾ പരമാവധി ഇത് ആദ്യം തന്നെ എടുത്ത് അവർക്ക് കൊടുക്കുകയാണ്
ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് പോകുന്ന പോലെ പോവാം. നമ്മൾ ഇതിൽ എങ്ങനെയാണ് കുഴപ്പമില്ലെങ്കിൽ നമുക്കിത് സ്ഥിരമായിട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ തിരക്കും കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കണം. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് സീസൺ ആയിരിക്കില്ല. സീസൺ അല്ലാത്ത സമയത്ത് നമുക്കൊരു എക്സ്ട്രാ നമുക്കൊരു ചെറിയൊരു പോക്കറ്റ് മണി ഉള്ളത് എപ്പോഴും നല്ലതാണ്. അവർക്കാണെങ്കിലും ഓണം നമുക്ക് സീസണൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കുറച്ചും കൂടി വർക്കുകളും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ എൻ്റെ ഒരു പരിപാടി ഇതുമയായിരുന്നു കേട്ടോ. അത് ഞാൻ ജസ്റ്റ് 1-2 കാണിച്ചതിന് ശേഷം സ്പീഡിലിട്ടിട്ട് ഞാൻ കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഫുള്ളായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഇതന്നെ തന്നെയാണ്, നിങ്ങൾക്കത് ബോറടിക്കും. അതായത് നമ്മൾ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്ക് നമ്മളാണ് കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മളത് മെയിൻ ക്ലോത്ത് വെച്ചിട്ട് നല്ല വശത്തു നിന്ന് പുറത്തെ വശത്തേക്ക് പിന്നൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്ത് അങ്ങോട്ട് മറിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ഇത് റെഡിമെയ്ഡ് അല്ലേ, അപ്പോൾ നമുക്ക് കസ്റ്റമൈസേഷൻ ഒന്നുമില്ലല്ലോ. നമ്മൾ സാധാരണ ഇവിടെ വീട്ടിൽ തയ്ച്ചു കൊടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ശ്രദ്ധിക്കണം. ഇതാകുമ്പോൾ റെഡിമെയ്ഡാണ്, പിന്നെ സിമ്പിൾ നെക്കാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ തയ്ക്കാനിരിക്കുമ്പോൾ നമ്മുടെ അനന്തുവിൻ്റെ വീഡിയോ, റിയാക്ഷൻ വീഡിയോസ് ഉണ്ടല്ലോ അനന്തുവിൻ്റെ, അതുപോലെ തന്നെ മൂവി എക്സ്പ്ലനേഷനുകൾ, അതായത് മല്ല എക്സ്പ്ലെയിനർ, പിന്നെ എസ് ആർ വോയിസ്, അങ്ങനെ പിന്നെ നമ്മുടെ വേറൊരു ചേട്ടനോടുണ്ട്, ഒരു കഥ സൊല്ലുട്ട് മാസ്റ്റർ, അങ്ങനെ 1, 2, 3 പേരുണ്ട്. അങ്ങനെ ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂടെ യൂട്യൂബിൽ കാണും കേട്ടോ. അപ്പോൾ നമ്മളത് യൂട്യൂബിൽ ഓണാക്കി വെച്ചിട്ട് ആണ് തയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഉറക്കം വരും. അതായത് അല്ലെങ്കിൽ ഒരു ബോറടി, ഒരു ശൂന്യത തോന്നും. അതായത് നമ്മുടെ ചുറ്റിലും ഒരു സൗണ്ട് ഉണ്ടാകുമ്പോൾ നമുക്കൊരു കമ്പനിയുള്ള പോലെ നമുക്ക് തോന്നും. അങ്ങനെ ആ ഫ്രണ്ടിൽ ജനലിലേക്ക് നോക്കിയാൽ അറിയാം ഇരുട്ടായിട്ടുണ്ട്. ഇതിനിടയിൽ നമ്മൾ പലതവണ എണീറ്റ് പോകും. മക്കൾ 7 മണിയായപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അവരവിടെ ബാക്ക്ഗ്രൗണ്ടിൽ ടി വി വയ്ക്കലും ട്യൂഷൻ കഴിഞ്ഞ് വന്ന എന്തെങ്കിലും സ്നാക്സ് എടുത്ത് കഴിക്കലും ഒക്കെയാണ് കേട്ടോ. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്യൂഷന് പോകുന്നത് കൊണ്ട് വന്നു കഴിഞ്ഞാൽ ദോശ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കും. ഇഡ്ഡലി, ദോശ, അട, ചില ദിവസങ്ങൾ പൊറോട്ട, ബ്രെഡ് റോസ്റ്റ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ കഴിക്കും. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ചിപ്സ് കിട്ടണം. അങ്ങനെയാണ്. മറ്റേത് തിരിച്ചായിരുന്നു. വീട്ടിൽ പഠിക്കുമ്പോൾ വന്നു കഴിഞ്ഞാൽ ചിപ്സ് എന്തെങ്കിലും കഴിക്കും. 6 മണിയാകുമ്പോൾ നമ്മളെന്തെങ്കിലും പലഹാരം ഉണ്ടാക്കി കൊടുക്കും. ഇപ്പോൾ നേരെ തിരിച്ചാണ് കേട്ടോ. ട്യൂഷന് പോകുമ്പോൾ ഞാൻ നമ്മളുണ്ടാക്കുന്ന എന്തെങ്കിലും പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിപ്പിച്ച് വിടുകയാണ് ചെയ്യുക. കാരണം കുറച്ചധികം സമയം ഇവിടെ അവിടെ ഇരുന്ന് പഠിക്കണമല്ലോ. സ്കൂളിൽ നിന്ന് വന്നിട്ട് വീട്ടിൽ നിൽക്കുന്ന പോലെയല്ല, ട്യൂഷന് പുറത്തേക്ക് പോകണമല്ലോ. അപ്പോൾ അവരവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ നമ്മളിനി 8 മണി വരെ ഇത് തന്നെ ചെയ്യും. 8 മണിയാകുമ്പോൾ നമ്മളിവിടെ എണീക്കും. പ്രയർ, പിന്നെ ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞ് മക്കൾ ഉറക്കിയതിന് ശേഷമാണ് പിന്നെ ഞാൻ കുറച്ച് നേരം ഇരിക്കാം കേട്ടോ. കാരണം രാത്രി ഉറങ്ങുമ്പോൾ അവർ 2 പേരും നടക്കില്ല, ഞാൻ കുറച്ച് നേരം ഇരിക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് പിന്നെ നമ്മൾ കുറച്ച് നേരം കൂടി തയ്ക്കാതിരിക്കുക. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ ദിവസം അവസാനിച്ചു. വീഡിയോ കാണുന്ന എല്ലാവരും നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. നമ്മളോട് കൂട്ടുകൂടാൻ താല്പര്യമുള്ളവർ കമൻറ്റ് സെക്ഷനിൽ നമ്മളായിട്ട് കമൻറ്റൊക്കെ ഇട്ട് നമുക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റ, ബൈ ബൈ, സീ യു.